ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സുഖമായിരിക്കണം കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഓർഡർ അധികം ഇല്ല, അത് കാരണം വീഡിയോ ഇടാൻ അങ്ങനെ നേരം വൈകുന്നത് കേട്ടോ. അപ്പോൾ ഓർഡർ വളരെ കുറവാണ്, കുറേ ഗ്യാപ്പ് വന്നല്ലോ, അപ്പോൾ അത് കാരണം ഓർഡർ കുറവാണ് കേട്ടോ. അപ്പോൾ ബട്ടർ സ്കോച്ച് കേക്കിന് അന്ന് ഓർഡർ ഉള്ളത്, അപ്പോൾ ഞാനത് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഷുഗർ സിറപ്പല്ല, കാരമലും പ്രൊലൻസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെക്കാൻ കേട്ടോ. ഒക്കെ ചൂടാറിയും ശരിയാവണ്ട, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വൈകുന്നേരം കേട്ടോ അതൊക്കെ ഞാൻ റെഡിയാക്കുന്നത്. പിറ്റേ ദിവസം രാവിലേക്കാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് ഓർഡർ ഉള്ളത്, ഡെലിവറി ഉള്ളത് കേട്ടോ. അപ്പം തലേദിവസം തന്നെ ക്രം കോട്ട് കഴിച്ച് വെച്ചു. മാമ്പഴ പുളിശ്ശേരിയും അതുപോലെ മത്തി മുളകിട്ടതൊക്കെ ആയിട്ട് ഇന്നത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ രാവിലെ ആക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു സിലിക്കൻ്റെ ഷീറ്റിലാണ് കേട്ടോ നമ്മളിത് ഒഴിച്ച് വെക്കുക. കാരമൽ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ കിട്ടും. പ്ലേറ്റിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലത്തെ സിലിക്കൻ്റെ ഷീറ്റിൽ അല്ലെങ്കിൽ ഫോയിൽ ഉണ്ടാവുമല്ലോ, ഫോയിലിൽ വെച്ചാലും പെട്ടെന്ന് എടുക്കാൻ കിട്ടും. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ 1 ടീസ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ, 1-2 സ്പൂൺ, കാരണം പെട്ടെന്ന് കാരമലായിട്ട് കിട്ടും. എന്നിട്ട് പിന്നെ ബട്ടറും ചേർത്ത് നട്ട്സും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി കളറ് മാറി കരിഞ്ഞാൽ ഇതൊരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ കേക്ക് കഴിക്കുമ്പോൾ കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ഇവിടെ നോക്കി നിന്നിട്ട് വേണം കേട്ടോ അത് ചെയ്യാൻ, കാരമലും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ തലേദിവസം വൈകുന്നേരം തന്നെ ഞാൻ കേക്കൊക്കെ ഒന്ന് ക്രം കോട്ട് കഴിച്ച് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിറ്റേ ദിവസം ഒരു ഉച്ചയ്ക്ക് ശേഷമാണ്, എന്നാലും നന്നായി സെറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. കേക്ക് സമയമുണ്ടെങ്കിൽ തലേദിവസം തന്നെ ആക്കി വെക്കുക കേട്ടോ. അന്നേക്ക് ആക്കി വെച്ചാൽ ടേസ്റ്റും കുറവുണ്ടാവും. അതുപോലെ ഇത് സെറ്റാവാണ്ടിരുന്നാൽ ഡെലിവറി സമയത്ത് ചെയ്യാനും ഒന്ന് ശരിക്കും പോലെ നമുക്ക് ഡെലിവറി ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല, എന്നാലും നമ്മൾ സ്കൂട്ടിയിലൊക്കെ പോകണമെന്നൊക്കെ ചെരിയൊക്കെ ചെയ്യും. അപ്പോൾ നന്നായിട്ട് സെറ്റാക്കാം, തലേദിവസം തന്നെ ആക്കിയെടുക്കുക. പിന്നെ പെട്ടെന്ന് വന്ന ഓർഡർ ആണെങ്കിലാണ് നമുക്ക് അന്നൊക്കെ കൊടുക്കേണ്ടി വരുള്ളൂ കേട്ടോ. ഇത് കുറേ ദിവസം മുന്നേ തന്നെ പറഞ്ഞ ഓർഡറാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ ആക്കി വെക്കുകയാണ്. അപ്പോൾ കാരമലിൻ്റെ ആ ഒരു സോസ് കുറച്ച് ലൂസായിട്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിളപ്പിക്കാനൊന്നും നിന്നില്ല, ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ മേലെ ഇതിന് ഇങ്ങനത്തെ ഡിസൈനൊന്നും ഇല്ല, കാരണം ഇത് ബ്രൈറ്റ് ടൂബിയുടെ കേക്കാട്ടോ. അപ്പോൾ മേലെ നമുക്ക് ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഞാൻ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ചേർത്തു. ഇതിങ്ങനെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ, പുറത്തേക്ക് ഇട്ടത് ഒലിച്ച് വരുമെന്ന്. കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല പോലെ തന്നെ കിട്ടിയിട്ടാണ്. കുറച്ച് മിൽക്ക് മെയ്ഡും അതുപോലെ ഇത് നമ്മൾ ഈ പ്രൊലൻസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടാട്ടോ ചേർക്കുക. ചെറുതായിട്ട് പീസാക്കിയാൽ ഇത് കേക്ക് കഴിക്കുമ്പോൾ അങ്ങനെ കടിച്ച നല്ല ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നന്നായി പൊടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ ഒരു ചെറിയൊരു കേക്കും കൂടി ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം പിറ്റേ ദിവസമൊക്കെ മക്കൾ വരുന്നുണ്ട്. മൂത്താൾ വരുന്നുണ്ട്, അതുപോലെ മൂന്നാമത്തെ ആൾ ഹോസ്റ്റലാണ് കേട്ടോ. അപ്പോൾ അവളും വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഒരു കുഞ്ഞ് 1/2 കിലോൻ്റെ കേക്ക് അതിൽ കൂടെ 2 കിലോ കേക്കാട്ടോ ആക്കിയെടുത്തത്. അപ്പോൾ അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ കേട്ടോ ഞാൻ ക്രം കോട്ട് കഴിച്ചൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീക്കും കേട്ടോ, ഒരു 5:30 ആകുമ്പത്തേനും. പിന്നെ ഒരു 6 മണി ആകുമ്പത്തേനും തന്നെ ഇത്രയും വെളിച്ചം വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ല, എന്നാലും നേരത്തെ എണീച്ചാൽ നല്ലൊരു രസമായിട്ട് നമുക്ക് എല്ലാ ജോലി ചെയ്യാനൊക്കെ. നേരം വൈകിയൊക്കെ പോകും. ഇതാണ് തറവാട് വീട് കേട്ടോ, നമ്മുടെ ഇക്കടെ വീടാണ്. എന്നെ കല്യാണം കഴിച്ച് കൊടുന്നതൊക്കെ ഈ വീട്ടിലേക്ക് കേട്ടോ. 15 വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നത്. 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 മാസം ആകുമ്പത്തേനും കല്യാണം കഴിഞ്ഞു കേട്ടോ. പഠിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പറയാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം കേട്ടോ. ഇപ്പോൾ എൻ്റെ മൂത്ത മോളെ കല്യാണം ഇപ്പോൾ അടുത്തല്ല, കഴിഞ്ഞ് 2-3 മാസമായിട്ടുള്ളൂ. അവളുടെ കല്യാണം കഴിയുമ്പോൾ അവൾക്ക് ജോലി അയക്കണം കേട്ടോ. 25 വയസ്സായി, ജോലിയൊക്കെ ആയതിന് ശേഷമാണ്. പക്ഷെ അപ്പോഴും നമുക്കൊരു ചെറിയ കുട്ടി പോലെ നമുക്കൊരു ടെൻഷനായിരുന്നു കേട്ടോ കല്യാണം ആകുമ്പോൾ. അന്നത്തെ കാലത്ത് ഇപ്പോൾ 15 വയസ്സിൽ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം പോലെ തോന്നും കേട്ടോ. അപ്പോൾ കാരണം മക്കളും ഞാനൊക്കെ കൂടി ഒരുമിച്ച് വളർന്ന പോലെ കേട്ടോ. കുട്ടികളൊക്കെ വേഗമായി. അപ്പോൾ കുട്ടികളും ഞാനും കൂടി ഒരുമിച്ച് വളർന്ന പോലെ ഇത് അവസ്ഥ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ജാളി ആണ് കേട്ടോ അങ്ങനെ. പിന്നെ ഹാളിലാണ് ഗ്ലാസ്. ഇപ്പോൾ തറവാട്ട് വീട്ടിൽ ഇപ്പോൾ ആരുമില്ല കേട്ടോ, അത് അടച്ചിട്ടേക്കാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കി അങ്ങനെ കാണാം വീടും സ്ഥലങ്ങളൊക്കെ. ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടേക്കാണ് മേലെ തൊട്ട് താഴത്ത് വരെ. പിന്നെ ഇതിൻ്റെ മേലെയും കുറേ ഗ്ലാസിൻ്റെ ഭാഗങ്ങളുണ്ട് കേട്ടോ, പർഗോള പോലെ. അത് കാരണം നല്ല വെളിച്ചമാണ് വീട്. ഇപ്പോൾ ഇത്രയും രാവിലായിട്ടും നല്ല വെളിച്ചമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ കാരണം തീരെ പേടിയൊന്നും തോന്നില്ല കേട്ടോ. എനിക്ക് ഒറ്റക്കായാലും തീരെ പേടി തോന്നില്ല.
അപ്പോൾ ഞാനെന്താ കുറച്ച് വേറൊരു ഓർഡർ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ള സാധനങ്ങളും ഞാൻ ഒരുമിച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ ഇരിക്കുന്നത്, സ്പൈഡർമാൻ്റെതും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നേരെ കിച്ചണിലേക്ക് വന്നു. ഞാനത് ആ ടേൺ ടേബിളൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഐസിങ് ബാക്കി ഉണ്ടല്ലോ, ബാക്കി ജോലികളൊക്കെ ഞാൻ എല്ലാം കഴിഞ്ഞ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടാട്ടോ. അപ്പം തലേദിവസം എല്ലാവരും അങ്ങനെ ആവും കിച്ചണിൽ പോവുക. അപ്പോൾ പുളിശ്ശേരി ബാക്കിയുള്ളത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഹോസ്റ്റലിലത്തെ മോള് വരും കേട്ടോ. കോഴിക്കോട് ഹോസ്റ്റലിൽ ഒരാൾ ഉണ്ട്, കോഴിക്കോട് KMCT കോളേജിലാട്ടോ, ആർക്കിടെക്ചറിനാണ് പഠിക്കുന്നത്. പിന്നെ മൂത്താളും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിറ്റേ ദിവസം. അപ്പോൾ ഞാൻ രാവിലെ ഇന്ന് വീട്ടിലാരും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനെന്താ ബ്രെഡ് ബുൾസൈയുടെ മുകളിലൊരു കറുത്ത കുത്തു പോലെ ഇട്ട് വീഡിയോയിൽ കാണുന്നു. എന്താ പറയുക, കുരുമുളക് ഇട്ടതാണ് കേട്ടോ. നല്ലൊരു എല്ലായിടത്തും ആവാണ്ട് ഇങ്ങനെ ഒരു നല്ല കറുപ്പ് കാണുന്നുണ്ട് വീഡിയോയിൽ. പിന്നെ ബട്ടർ ഒക്കെ ആയിട്ട് ബ്രെഡൊക്കെ ആയിട്ട് കഴിച്ചു കേട്ടോ. ഇന്ന് വീട്ടിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കി ആരും ഇല്ല കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ എന്താ പറയുക പൂന്തോട്ടം കേട്ടോ, ഗാർഡൻ. എനിക്ക് ചെടിയോട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും വലിയ താല്പര്യമില്ല. ഇതൊക്കെ അനിയത്തി അവൾക്ക് കുറേ ചെടിയുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പിടിപ്പിച്ചിട്ടൊക്കെ ചട്ടിയോടൊക്കെ കൊണ്ടുവരുന്നതാണ് കേട്ടോ കുറേയൊക്കെ. ഇപ്പം ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ വെച്ച് വരുന്നുണ്ട് കേട്ടോ. വലിയൊരു താല്പര്യമില്ല കേട്ടോ അങ്ങനെ ചെടികളും പുറത്തിറങ്ങിയിട്ട് ഓരോ ജോലി ചെയ്യുന്നതൊന്നും. അധികം വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്നത് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഇതിങ്ങനെ കുഞ്ഞു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ആയി വരുന്നുണ്ട്. നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് 2 വർഷം കഴിഞ്ഞേക്കണം കേട്ടോ. എന്നാലും മുറ്റൊന്നും ഒന്നാക്കിയിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ കേക്ക്, ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇന്ന് പിന്നെ അധികം ജോലി ഇല്ല കേട്ടോ. വീട്ടിൽ ആരുമില്ല, സൈലൻ്റാണ്. ചെറിയ മക്കൾ 2 എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോയി കേട്ടോ. പിന്നെ മൂത്തവരൊന്നുമില്ല, 2ാമത്തെ ആൾ മാത്രമേ ഉള്ളൂ അവിടെ കേട്ടോ, ബാക്കി ആരുമില്ല. അപ്പോൾ ഞാൻ ചെമ്മീനുണ്ട്, അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുക, കുറച്ച് കറി വെക്കാമെന്നൊക്കെ വെച്ച് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചോറ് വെക്കണം, അത്രേ ഉള്ളൂ പണിയിട്ടാ. അപ്പോൾ തലേദിവസം നമ്മൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് കുറച്ചൊരു എയർ കുടുങ്ങിയ പോലെ ഉണ്ടാവും കേട്ടോ ഫ്രിഡ്ജ് വെച്ചാൽ. നമ്മൾ കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കുക. ക്രീം ലൂസായ ക്രീം ഉണ്ടാവില്ല, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കുക കേട്ടോ. നന്നായിട്ട് മിക്സാക്കണം. അപ്പോൾ ഇതൊക്കെ പോയിട്ട് നല്ല സ്മൂത്തായിട്ട് വരും. എന്നിട്ട് ഇത് വെച്ചിട്ട് വേണം ഐസിങ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഐസിങ് ചെയ്താൽ ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ. കാരണം നിറച്ചും ഇങ്ങനെ ഒരു ഹോള് പോലൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. തലേദിവസമാക്കി ഇങ്ങനെ ക്രീം കുറേ നേരം ബീറ്റ് ചെയ്ത് വെച്ചാൽ ചെറുതായിട്ടൊരു എയർ കുടുങ്ങിയ പോലെ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ കേക്കൊക്കെ ഐസിങ് ചെയ്തിട്ട് വെക്കാം. രാവിലെ തന്നെ ഐസിങ് ചെയ്ത് വെച്ചാൽ പിന്നെ വൈകുന്നേരം ഇത് കൊടുത്താക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലവറും ബാക്കിയുള്ള ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നന്നായി സെറ്റാവും ചെയ്യും. അപ്പോൾ നമ്മളിതാ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചെയ്യാം കേട്ടോ. ഐസിങ്ങൊക്കെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് ഈ ഐസിങ് ചെയ്യുന്നത് നന്നായിട്ട് ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ആയാലും കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ കണ്ടു പഠിച്ചാലൊന്നും ഇത് ശരിയാവില്ല കേട്ടോ. ഇപ്പോൾ വീഡിയോ കണ്ടിട്ടാ ഒന്നും ശരിയാവില്ല. നമ്മൾ ചെയ്ത് നമ്മുടെ കൈ വഴക്കം വരണം കേട്ടോ ഐസിങ് ചെയ്യണമെങ്കിൽ. എന്നാലാണ് നന്നായിട്ട് നമുക്ക് വേഗം ചെയ്യാൻ പറ്റുക. ഒരാൾ പറഞ്ഞു തന്നാലോ അല്ലെങ്കിൽ കണ്ടാലോ ഒന്നും നമുക്കത് പെട്ടെന്ന് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അതൊക്കെ. അപ്പോൾ നമ്മൾ കുറേ ചെയ്ത് തഴക്കായാൽ പിന്നെ വേഗം അത് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കേക്ക് ഞാൻ ഇതുപോലെയൊക്കെ ആക്കി പിടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. വെച്ചതിൻ്റെ ശേഷമാണ് പിന്നെ അതിൻ്റെ അടിയിലൊരു പച്ച കളറ് കൊടുക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടായിരുന്നില്ല. അതങ്ങനെ തന്നെ കൊടുത്തയച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വെറുതെ ഒന്ന് അവരെ കേക്ക് ഒന്നും കൂടി എടുത്ത് നോക്കി. അപ്പോഴാണ് ഇത് അടിയിലൊരു പച്ച കളറും പിന്നെ ഒരു എന്താ പറയുക ചുവപ്പ് പൂവൊക്കെ വെച്ചിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അവർ പറയണ അതേപോലെ കസ്റ്റമൈസർ കേക്കാണ്. അപ്പോൾ അതേപോലെ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പം പിന്നെ ഒക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ അടിയിൽ ഒരു കളറ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ ആദ്യം വെച്ചേക്കായിരുന്നു. മേലെ നമുക്ക് ഫിനിഷിങ്ങിൽ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആക്കിയത്. അതല്ലാന്നുണ്ടെങ്കിൽ കുറേ നേരം ഫിനിഷിങ് കുറച്ച് നേരമൊക്കെ ആക്കി എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിങ്ങനെ ആക്കിയെടുത്തു. പിന്നെ മേലെ കുറച്ച് ഫ്ലവറും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതല്ലോ, അപ്പോൾ അധികം അങ്ങനെ കാണില്ല. പിന്നെ സൈഡൊക്കെ നമ്മൾ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ അടിക്കും ഒക്കെ ക്രീം ഇങ്ങനെ പരന്നിട്ടൊക്കെ ആയിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. നല്ല ഫിനിഷാക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുഞ്ഞ് കേക്ക് ഉണ്ടല്ലോ, ഞാനൊരു 1/2 കിലോൻ്റെ കേക്ക് കൂടെ അതിൽ കൂടെ ചേർത്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 കിലോ ബാറ്റർ 8 മുട്ട വെച്ചിട്ട് 9 മുട്ട എടുത്തിട്ടുണ്ടാകും. ചെറിയ മുട്ടയായിരുന്നു. അപ്പോൾ 9 മുട്ട വെച്ചിട്ടാട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ 6 ഇഞ്ചിലെ ഈ ഒരു കുഞ്ഞൊരു കേക്കാട്ടോ അത് ആക്കിയെടുത്തത്.
ബട്ടർ സ്കോച്ച് തന്നെയാണ് ഇതിൽ നമ്മൾ അതിൽ കൂടെ ചേർത്തിട്ട് ഞാൻ ഫില്ലിങ്ങൊക്കെ കൂടുതലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസം മക്കൾ വരുന്നുണ്ട് കേട്ടോ, മൂത്താളും അതുപോലെ മൂന്നാമത്താളും. അപ്പോൾ അത് ഞാൻ അവർക്ക് കൊടുക്കാമല്ലോ, എല്ലാവരും കൂടി കുട്ടികളും മൂന്നാളും കൂടി കഴിച്ചോട്ടെ വെച്ചിട്ട്. ചെറിയ രണ്ടാളും പിന്നെ വീട്ടിൽ പോയി കേട്ടോ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ച് ആ കേക്കും സെറ്റ്. അവന് വലിയ ഡിസൈനൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ കട്ട് ചെയ്ത് ഞാൻ വീഡിയോ എടുക്കാനും വിട്ടുപോയിട്ടാ. പിന്നെ വിരുന്നേരുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് അത് കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ചൊരു ഈ ഒരു സ്ക്രാപ്പറിൽ കുറച്ചൊരു എന്താ പറയുക പച്ച കളർ കേട്ടോ, ഗ്രീന് ലീഫ് ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ടുള്ള കേട്ടോ, അധികം കളറില്ല. ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നല്ല കളർ തോന്നുന്നുണ്ട് കേട്ടോ, അത് അത്ര കളറൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ പിന്നെ ഈ ഫ്ലവറും ലീഫും അതുപോലെ ടോപ്പർ പിന്നെ ഒരു ഗോൾഡൻ ലീഫൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തു കൊണ്ടുപോകണ സമയത്താണ് അതൊക്കെ വെച്ചിട്ട് പിന്നെ അത് കൊടുത്തയച്ചു ഈ കേക്ക്. അപ്പോൾ ഈ കേക്ക് അടുത്തേക്ക് തന്നെ കേട്ടോ, അധികം ദൂരക്കൊന്നുമല്ല. എന്നാലും ഞാൻ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. തലേദിവസം നമ്മൾ ആക്കി വെച്ചാൽ നന്നായി സെറ്റായിട്ടുണ്ടായിരുന്നു. അകലക്കൊക്കെ ആണെങ്കിൽ തലേദിവസം തന്നെ ആക്കി വെക്കുക നല്ലത് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കൊടുത്തയച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ 5 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചായയൊക്കെ കുടിച്ചു. ചായക്ക് ഇന്ന് വലിയ കടികളൊന്നും ഇല്ല കേട്ടോ. മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അത് മുറിച്ച് വെച്ചു. പിന്നെ രാവിലത്തെ ബ്രെഡും ബട്ടറും ഉണ്ടായിരുന്നു. പിന്നെ അയിനാസ് ഉണ്ട്, അപ്പോൾ അത് അവിടെ അങ്ങനെ തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങയുടെ സീസണാണ്, മാങ്ങയും ചക്ക ഒക്കെ കേട്ടോ. ഇവിടെ നമ്മുടെ പറമ്പിൽ നിറച്ച് മാങ്ങ ചക്ക തേങ്ങ ഒക്കെയാണ് ഉള്ളത് കേട്ടോ. മാങ്ങ പഴുത്ത് നോമ്പ് ലാസ്റ്റോട് കൂടിയിട്ട് മാങ്ങ പഴുത്ത് ഞങ്ങൾക്ക് കുറേ ദിവസം മാങ്ങ ജ്യൂസൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ മാങ്ങ എന്നാൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചു. ചായക്ക് ഒരു മാച്ചില്ലാത്ത കടിയാട്ടോ. ഞാൻ എന്തായാലും മാങ്ങ കഴിക്കാന്നുള്ള രീതിയിലാട്ടോ. ചായ നിർബന്ധം എന്ന് പറഞ്ഞാൽ മക്കൾക്കൊന്നും അത്ര വലിയ നിർബന്ധമില്ല, പക്ഷെ എനിക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നത് ഇഷ്ടമാട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അത്ര ഉള്ളൂ കേട്ടോ അന്നത്തെ. ഞാൻ ചെറിയ വീഡിയോ കാരണം അതൊക്കെ ഉൾപ്പെടുത്തി കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.